Hello dears, welcome to the class. Today we are going to discuss about our third unit, thousands and thousands. ആയിരങ്ങൾ ആയിരങ്ങൾ. Okay, let's start our class. Sports Fest. Welcome to the Sports Fest at Poomala Forest. All contestants please collect your chess numbers. The 15 athletes starting with number 986. Please get ready for the long jump event. Write the chess numbers of the contestants for the long jump event. കായികമേള. പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ്റ്റ് നമ്പർ വാങ്ങേണ്ടതാണ്. അപ്പോൾ 986 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 14 പേരുണ്ട്. 986 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 987, 988, 989, 990, 991, 992, 993, 994, 995, 996, 997, 998, 999, 1000. അപ്പോൾ ഒരു റാബിറ്റ് വരികയാണ്, മീ ടു, ഞാനും എന്ന് പറഞ്ഞ്. അപ്പോൾ മങ്കി പറയുകയാണ്, യുവർ നമ്പർ ഈസ് 1001. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജമ്പ് ലിസ്റ്റ്. നിൻ്റെ നമ്പർ 1001 ആണ്, അതായത് 1001 അത് ലോങ് ജമ്പിൻ്റെ ലിസ്റ്റിലില്ല എന്ന്. 1001 ടുഗദർ മേക്ക് 1001. 1000ഉം 1ഉം ചേർന്നതാണ് 1001. അതായത് 1000, 1000 and 1 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 1001. Oops, now the numbers are jumbled. Can you help me put them in order? ചെസ്റ്റ് നമ്പേഴ്സ് താഴെ പോയി അതൊന്ന് ഓർഡർ ആക്കി കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് 1002, 1003, 1004. 1 ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എത്രയാണ്? 1005, 1006, 1007, 1008, 1009, 1010, 1011, 1012. Announcement. The table shows the numbers of the contestants for Manjadi collection. It must be filled for the announcement. Can you help Kuttan Elephant? മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ്റ്റ് നമ്പറുകളാണ് പട്ടികയിൽ. അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കുട്ടനാനയെ സഹായിക്കാമോ? അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് 879, 879. അടുത്തത് 904, 904, 918, 918, 906, 906, 809, 809, 749, 749. ATM. Tittu Parrot has sponsored some prizes. She needs 760 rupees for it. The ATM in the forest has only 100 rupee notes, 10 rupee notes and 1 rupee coins. What all notes and coins would she have got? How many of each? സമ്മാനം സ്പോൺസർ ചെയ്തത് ടിറ്റു തത്തയാണ്. സമ്മാനങ്ങൾക്ക് 760 രൂപയായി. പണമെടുക്കാൻ ATMൽ പോയി. കാട്ടിലെ ATMൽ 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേയുള്ളൂ. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും? എത്ര വീതം? അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്ത് നോക്കാം. ആദ്യത്തേത് നോക്കൂ. 100 rupee നോട്ട്സ് 7, 100 രൂപയുടെ നോട്ടുകൾ. അപ്പോൾ 700. 10 rupee നോട്ട്സ് 6, 10 രൂപയുടെ 6 നോട്ടുകൾ. അപ്പോൾ 60 rupees. ഇനി ആഡ് ചെയ്യുമ്പോൾ 700 + 60, 760 rupees. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 100 rupee നോട്ട്സ് 7, 700 rupees. 10 rupee നോട്ട്സ് 5, 10 രൂപയുടെ 5 നോട്ടുകൾ. അപ്പോൾ 50 rupees. 1 rupee കോയിൻസ് 10, അപ്പോൾ 10 rupee. ആൻസർ വരിക 700 + 50 + 10 = 760 rupees. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ATMൽ നിന്ന് കിട്ടാം ക്യാഷ്.
Fundraising. A group of 4 were asked to collect money for food. See how much each got. പണം ശേഖരിക്കാം. കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ 4 പേരെ ചുമതലപ്പെടുത്തി. കൊണ്ടുവന്നതിൽ 100 റുപ്പി നോട്ടുണ്ട്, 10 റുപ്പി നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ 1 റുപ്പി കോയിൻസും ഉണ്ട്. ടോട്ടലും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കൂ, 983. 100 റുപ്പി നോട്ട്സ് എന്ന് പറയുന്നത് 9ഉം 10 റുപ്പി നോട്ട്സ് 8ഉം 1 റുപ്പി കോയിൻസ് 3ഉം ആണ്. അപ്പോഴാണ് 983 കിട്ടിയത്. നെക്സ്റ്റ് ഫോക്സ് ആണ്, 700 റുപ്പി നോട്ട്സ് ആണ്. അപ്പോൾ എത്രയാണ്? 700. 10 റുപ്പി നോട്ട്സ് 14, അപ്പോൾ 140. രണ്ടും ആഡ് ചെയ്യുമ്പോൾ 700 പ്ലസ് 140 ഈക്വൽ ടു 840 ആണ് ഫോക്സ് കൊണ്ടുവന്നത്. ഇനി ഈഗിളാണ്. നോട്ട്സ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ 785 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 700 റുപ്പി നോട്ട്സ്, 8 10 റുപ്പി നോട്ട്സ്, 5 1 റുപ്പി കോയിൻസ്. ടോട്ടൽ 700 പ്ലസ് 80 പ്ലസ് 5 785. നെക്സ്റ്റ് അവളാണ് 909 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 10 റുപ്പി 10 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 10 റുപ്പി നോട്ട്സ് എന്ന് പറയുമ്പോൾ 100 ആണ് അല്ലേ? 909ൽ നിന്ന് 100 കുറച്ചാൽ ബാക്കി വരുന്നത് 809 ആണ്. അപ്പോൾ 8 100 റുപ്പി നോട്ട്സും 9 1 റുപ്പി കോയിൻസും ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്രൊക്കഡൈൽ 983, ഫോക്സ് 840, ഈഗിൾ 785, owl 909. Chucky Kite collected 785 rupees. What are the ways in which she could have got this? See how some of her friends thought about this. ചക്കി പരുന്ത് 785 രൂപ 785 റുപ്പീസാണ് കളക്ട് ചെയ്തത്. അത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഫ്രണ്ട്സ് ആലോചിച്ച് പറയുന്നത്. 100ൻ്റെ നോട്ട്സ് ഉണ്ടോ, 10s ഉണ്ടോ, 1s ഉണ്ടോ, ഇതെല്ലാം കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ നമുക്ക് ഓരോന്നായി എഴുതാം. അപ്പോൾ ഡിയർ പറയുന്നത് 7 100s, 8 10s, 5 1s. റാബിറ്റ് 7 100s, 85 1s. bear 700 plus 80 plus 5. parrot 6 100s, 18 10s, 5 1s. tiger 785 1s. dolphin 78 10s, 5 1s. monkey 70 10s, 85 1s. owl 600 plus 185 equal to 785. ഇങ്ങനെ പല രീതിയിൽ 785നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി ചേർക്കാം. Write in your notebook the different ways of splitting 909 rupees collected by കുഞ്ഞൻ ഔൾ. അപ്പോൾ കുഞ്ഞൻ ഔൾ കൊണ്ടുവന്ന 909ഉം ഇതുപോലെ ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 909 നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തേത് 9 100s, 9 1s. ആഡ് ചെയ്യുമ്പോൾ 900 പ്ലസ് 9 909. നെക്സ്റ്റ് 90 10s, 9 1s. ആഡ് ചെയ്യുമ്പോൾ 900 പ്ലസ് 9 909 എന്ന് കിട്ടും. നെക്സ്റ്റ് 909 1s. 800s, 10 10s, 9 1s. 800 plus 100 plus 9 equal to 909. Eating contest. Mallan elephant is making bundles of sugar cane for the eating contest. He has made 20 bundles of 100 each. How many sugar cane in all? തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വയ്ക്കുകയാണ് മല്ലനാന. 100 എണ്ണം വീതമുള്ള 20 കെട്ടുകൾ തയ്യാറാക്കി വെച്ചു. ആകെ എത്ര കരിമ്പുകളുണ്ട്? അപ്പോൾ ഒരു കെട്ടിൽ 100 എണ്ണമാണുള്ളത്. അങ്ങനെയുള്ള 20 കെട്ടാണ് ഉണ്ടാക്കി വെച്ചത്. ജിംബൻ ജിറാഫ്, ബാലോ ബെയർ ആൻഡ് ഡിങ്കു ഡോങ്കി agreed to carry the sugar cane bundles to the spot. How many bundles did each carry? തീറ്റ മത്സരം നടക്കുന്നിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിംബൻ ജിറാഫും ബാലു കരടിയും ഡിങ്കു കഴുതയും സമ്മതിച്ചു.
എത്ര എണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത്? ടോട്ടൽ 20 ബണ്ടിലാണുള്ളത്. ജിംബൻ ജിറാഫ് എത്രയാണ് കൊണ്ടുപോയത്? 6 ബണ്ടിലാണ്. അതുപോലെ തന്നെ ഡിങ്കു ഡോങ്കി കൊണ്ടുപോയത് കാണിച്ചിട്ടില്ല. ബാലു ബെയർ 10 ബണ്ടിൽസ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഡോങ്കി എത്ര കൊണ്ടുപോയി എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരും കൊണ്ടുപോയ നമ്പർ ഓഫ് ഷുഗർ കെയിൻസും കണ്ടുപിടിക്കണം. ഡിങ്കു ഡോങ്കി എത്ര ബണ്ടിൽസ് കൊണ്ടുപോയി എന്നറിയാൻ എന്ത് ചെയ്യണം? 20 ബണ്ടിൽസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 6 ജിറാഫും അതുപോലെ തന്നെ 10 ബെയറും കൊണ്ടുപോയി. അപ്പോൾ 20യിൽ നിന്ന് ആ 6ഉം 10ഉം മൈനസ് ചെയ്യണം. എത്രയാണ്? 20 - 16. ബാക്കി വരുന്നത് 4 ബണ്ടിൽസ് ആണ്. അതാണ് ഡിങ്കു ഡോങ്കി കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ ജിംബൻ ജിറാഫ് 6 ബണ്ടിൽസ് ആണ്. നമ്പർ ഓഫ് ഷുഗർ കെയിൻ എത്രയാണ്? ഒരു ബണ്ടിലിൽ 100 ആണ്. അങ്ങനെയുള്ള 6 ബണ്ടിൽസ് ആണ്. അപ്പോൾ 600. ബാലു ബെയർ 10 × 100 1000. ഡിങ്കു ഡോങ്കി 4 × 100 400. ടോട്ടൽ വരുന്നത് 600 + 1000 + 400 2000. 2000 mangoes were stored for the contest. They are kept in 4 sacks, each containing the same numbers of mangoes. How many in each? തീറ്റ മത്സരത്തിനായി കൊണ്ടുവന്ന 2000 മാമ്പഴം 4 ചാക്കുകളിൽ തുല്യമായി വെച്ചിരിക്കുകയാണ്. ഓരോ ചാക്കിലും എത്ര വീതം? To share 2000 mangoes into 4 sacks, we can find the half 2 times. 2000നെ 4 സാക്കിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഈ 2000നെ ഡിവൈഡ് ചെയ്യാം. 2000ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 1000. 2 ആയിരങ്ങൾ ചേർന്നതാണ് അല്ലേ? അപ്പോൾ 1000നെ വീണ്ടും നമ്മൾ ഹാഫ് ആക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 1000 ഹാഫ് ആക്കിയപ്പോൾ 500 + 500 എന്ന് കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തെ 1000നെയും ഹാഫ് ആക്കുമ്പോൾ നമുക്ക് 500 500 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 4 500 ആണ് കിട്ടുന്നത്. ഈച്ച് സാക്ക് ഗെറ്റ്സ് 500 മാംഗോസ്. അങ്ങനെ ആകുമ്പോൾ ഓരോ ചാക്കിലും 500 മാംഗോസ് വീതമാണ് നിറയ്ക്കേണ്ടത്. കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ്. Those who have given their names for the water drinking competition, please report at once. വെള്ളം കുടി മത്സരം. വെള്ളം കുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അപ്പോൾ ഇവരൊക്കെയാണ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ നിൽക്കുന്നത്. There are barrels containing 50 liters, 20 liters and 10 liters of water. The one who drinks the most is the winner. അവിടെ 30 ലിറ്റേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ബാരൽ നമുക്ക് തന്നിരിക്കുന്നത് 50 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ബാരൽസിൽ 50 ലിറ്റേഴ്സിൻ്റേതുണ്ട്, 20 ലിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 10 ലിറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളാണ് വിന്നർ. അപ്പോൾ ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ കണക്കാണ് തന്നിരിക്കുന്നത്. 50 ലിറ്റേഴ്സ് ഉണ്ട്, 20 ലിറ്റേഴ്സ് ഉണ്ട്, 10 ലിറ്റേഴ്സ് ഉണ്ട്. കണ്ടില്ലേ? ജിംബൻ ജിറാഫിൻ്റേത് നോക്കാം ആദ്യം. 50 ലിറ്റേഴ്സിൻ്റെ 1 ബാരലാണ്. അപ്പോൾ 50. അതുപോലെ തന്നെ 20 ലിറ്റേഴ്സിൻ്റെ 3 ബാരൽ എന്ന് പറയുമ്പോൾ 3 തവണ 20 അല്ലേ? അപ്പോൾ 60 ലിറ്റേഴ്സ്. അതുപോലെ തന്നെ 10 ലിറ്റേഴ്സിൻ്റെ 1 ബാരൽ. അപ്പോൾ 10. ടോട്ടൽ വരുന്നത് 50 + 60 + 10 120 ലിറ്റേഴ്സ്. നെക്സ്റ്റ് കൊമ്പൻ എലിഫൻറ്റ്. 3 of 50 liters means 150 liters. 4 of 20 liters 20 ലിറ്ററിൻ്റെ 4 ബാരൽ. അപ്പോൾ 80 liters. 2 of 10 liters 10 ലിറ്റേഴ്സിൻ്റെ 2 ബാരൽ. അപ്പോൾ 20. ടോട്ടൽ 150 + 80 + 20 250 liters. ജിംബോ ബിയർ 2 of 20 liters equal to 40. 2 of 10 liters 10 ലിറ്ററിൻ്റെ 2. ടോട്ടൽ 20. ടോട്ടൽ വരുന്നത് 40 + 20 = 60 ലിറ്റേഴ്സ്. ഇനി മല്ലൻ ടൈഗർ 80 ലിറ്റേഴ്സ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കാം? 50 ലിറ്റേഴ്സിൻ്റെ 1 ബാരൽ,
20 ലിറ്റേഴ്സിൻ്റെ 1 ബാരൽ, 10 ലിറ്റേഴ്സിൻ്റെ 1 ബാരൽ. അങ്ങനെയാകുമ്പോൾ 50 + 20 + 10 = 80 എന്ന് കിട്ടും. അതുപോലെ തന്നെ ചില്ലു ബൈസൺ 100 ലിറ്റേഴ്സാണ്. അപ്പോൾ ലെറ്റ്സ് കൗണ്ട് ബൈ 50s. 50 ലിറ്റേഴ്സിൻ്റെ 2 ബാരൽ ആവുമ്പോൾ 50 + 50 100 ലിറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഹൂ വൺ? ആരാണ് വിജയിച്ചത്? കൊമ്പൻ എലിഫൻറ്റ്. 250 ലിറ്റേഴ്സാണ് കൊമ്പൻ എലിഫൻറ്റ് കുടിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തിങ്ക് ഓഫ് 250 ലിറ്റർ ബാരൽസ് ഓഫ് വാട്ടർ. ഹൗ മെനി 20 ലിറ്റർ ബാരൽസ് കണ്ടെയ്ൻ ദ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ? 50 ലിറ്ററിൻ്റെ 2 ബാരലിൽ കൊള്ളുന്ന വെള്ളം 20 ലിറ്ററിൻ്റെ ബാരലിലേക്ക് മാറ്റുമ്പോൾ എത്ര ബാരൽ വേണം? 50 ലിറ്ററിൻ്റെ 2 ബാരൽ എന്ന് പറയുമ്പോൾ 50 + 50 100 ലിറ്ററാണ് ഉള്ളത്. അത് 20 ബാരലിലേക്ക് മാറ്റുമ്പോൾ 5 ബാരൽസ് വേണ്ടേ? 20 + 20 + 20 + 20 + 20 5 ടൈംസ് 20 അപ്പോഴാണ് 100 ആവുക. ആൻഡ് ഹൗ മെനി 10 ലിറ്റർ ബാരൽസ്? 10 ലിറ്ററിൻ്റെ ബാരലാവുമ്പോഴോ 10 വേണ്ടേ? 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെ 10 ബാരൽസ് വേണം. റൈറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഈച്ച് ഹാസ് ഡ്രങ്ക് ഇൻ ദ അസെൻഡിങ് ഓർഡർ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. 60, 80, 100, 120, 200, 250. ഏറ്റവും കുറവ് വെള്ളം കുടിച്ചത് 60 അല്ലേ? കൂടുതലുള്ളത് 250 ലിറ്റർ. ഗിഫ്റ്റ് കൂപ്പൺസ്. Kangaroo Sports gave a gift coupon worth 900 rupees to each of the contestants in the first 3 positions. Each could choose 3 items. Which items would they have chosen? അപ്പോൾ കായിക മത്സരത്തിൽ 3 സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകുന്നുണ്ട്. ഓരോരുത്തർക്കും 3 സാധനങ്ങളാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക. അപ്പോൾ ഏതൊക്കെ സാധനങ്ങളായിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഐറ്റം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റ് 750, ബാഡ്മിൻ്റൺ ബാറ്റ് 300, ഫുട്ബോൾ 650, ഷട്ടിൽ കോക്ക് 250, നെറ്റ് 400, വോളിബോൾ 350, ഷൂസ് 600, ജേഴ്സി 200, ഗ്ലൗസ് 150, ചെസ് ബോർഡ് 100, ക്രിക്കറ്റ് ബോൾ 50. ഇതൊക്കെയാണ് ഐറ്റംസും അതിൻ്റെ പ്രൈസും. ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ടൈഗർ, സെക്കൻഡ് ഈഗിൾ, തേർഡ് ഡോൾഫിൻ. അപ്പോൾ ഇവർക്കാണ് 900 റുപ്പീസിൻ്റെ 3 ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ കഴിയുക. അപ്പോൾ ഓരോരുത്തരും എടുത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈഗർ എടുത്തത് ഷൂസ് 600, ജേഴ്സി 200, ചെസ് ബോർഡ് 100. 600 + 200 800 + 100 900. അപ്പോൾ 3 ഐറ്റമായി. അതുപോലെ തന്നെ 900 റുപ്പീസായി. ഈഗിൾ ഫുട്ബോൾ 650, ഗ്ലൗസ് 150, ചെസ് ബോർഡ് 100. ആഡ് ചെയ്യുമ്പോൾ 650 + 150 800 + 100 ടോട്ടൽ 900. ഇനി ഡോൾഫിനാണ്. വോളിബോൾ 350, ബാഡ്മിൻ്റൺ ബാറ്റ് 300, ഷട്ടിൽ കോക്ക് 250. ആഡ് ചെയ്യുമ്പോൾ 350 + 300 650. അതിൻ്റെ കൂടെ 250 ആഡ് ചെയ്യുമ്പോൾ 900. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് എഴുതാം. ചിൽഡ്രൻസ് കോൺടെസ്റ്റ്. Mittu Rabbit is preparing chess numbers for the children's contest. Chess numbers from 10 to 20 are made for the 100-meter race. How many cards are there? എന്താണ് പറയുന്നത്? കുട്ടികളുടെ മത്സരത്തിൽ മിട്ടു മുയലാണ് ചെസ് നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 100 മീറ്റർ ഓട്ടത്തിന് 10 to 20 വരെ ചെസ് നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ എത്ര ചെസ് നമ്പർ ഉണ്ടാക്കണം? When counting numbers from a starting number to an ending number inclusive, the simple formula is last number minus first number plus 1. ഒരു സ്റ്റാർട്ടിംഗ് നമ്പറിൽ നിന്ന് ഒരു എൻഡിങ് നമ്പറിനുള്ളിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ പ്ലസ് 1. അതായത് 10 to 20 എന്ന് പറയുമ്പോൾ 20 ആണ് ലാസ്റ്റ് നമ്പർ, 10 ആണ് ഫസ്റ്റ് നമ്പർ.
+1 അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യണം. എന്തിനാണ് ആഡ് ചെയ്യുന്നത് +1? അത് നമുക്കൊന്ന് നോക്കാം. To count numbers from 10 to 20, you can write them all out. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 10 മുതൽ 20 വരെ നമ്മൾ എഴുതിയപ്പോൾ 11 നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ നിങ്ങൾ 20യിൽ നിന്ന് 10 ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 10 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം 20യിൽ നിന്ന് 10 മൈനസ് ചെയ്തപ്പോൾ ആ 10 കൂടി നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു അല്ലേ? പക്ഷേ ആ 10 ഇതിൽ ഉൾപ്പെടേണ്ടതാണ്. അപ്പോൾ ആ 10 കൂടി വരാനാണ് നമ്മൾ ആൻസറിൻ്റെ ഒപ്പം +1 കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. നോക്കൂ, 20 മൈനസ് 10, ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ +1 = 11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ 100 meter race cards from 10 to 20. ആൻസർ 11 cards ആണ് ഉണ്ടാക്കേണ്ടത്. നെക്സ്റ്റ് സ്വിമ്മിംഗ് കോൺടെസ്റ്റിനുള്ള കാർഡാണ് 30 to 50 വരെയാണ്. അപ്പോൾ എത്ര കാർഡാണ് ഉണ്ടാക്കേണ്ടത്? 50 മൈനസ് 30 നമുക്ക് 20 കിട്ടും, +1 21 കാർഡ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 30 മുതൽ 50 വരെ എഴുതി നോക്കാം എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന്. ലാസ്റ്റ് ഗൂസ്ബെറി ഗ്യാതറിംഗ് കാർഡ്സ് ഫ്രം 60 to 100. 60 മുതൽ 100 വരെയാണ്. എത്ര കാർഡ്സ് വേണം? 100 മൈനസ് 60 +1 = 41 cards. How many 2-digit numbers are there in all? എത്ര 2-digit numbers ഉണ്ട്? The smallest 2-digit number is 10 and the largest is 99. സ്മോളസ്റ്റ് 2-digit നമ്പർ 10ഉം ലാർജസ്റ്റ് 2-digit നമ്പർ 99ഉമാണ്. അപ്പോൾ 99 മൈനസ് 10 +1 = 90. എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 200? 100നും 200നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 100 to 200 എന്ന് ചോദിക്കുകയാണെങ്കിലാണ് നമ്മൾ 100ഉം കൂടി ഉൾപ്പെടുത്തി ചെയ്യേണ്ടത് ആൻസർ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ 100നും 200നും ഇടയിലുള്ള നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 199 മൈനസ് 101 +1 = 99 നമ്പേഴ്സാണ് 100നും 200നും ഇടയിൽ ഉള്ളത്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ഹൗ മെനി നമ്പേഴ്സ് 100 to 200 എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ആൻസർ? 200 മൈനസ് 100 +1 101 ആയിരിക്കും ആൻസർ. അതിനർത്ഥം എന്താണ്? 100 മുതൽ 200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 അക്കങ്ങളുള്ള സംഖ്യ. The smallest 3-digit number is 100 and the largest is 999. ലാർജസ്റ്റ് ഏറ്റവും വലിയ 3-digit നമ്പർ എന്ന് പറയുന്നത് 999ഉം സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 100ഉം ആണ്. അപ്പോൾ 999 മൈനസ് 100 +1 = 900 3-digit നമ്പേഴ്സാണ് ഉള്ളത്. How many odd numbers are there between 1 and 100? How many even numbers are there between 1 and 100? എന്താണ് ക്വസ്റ്റ്യൻ? 1നും 100നും ഇടയിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈവൺ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് മൊത്തം കണ്ടുപിടിക്കുന്ന ആ ഒരു ഫോർമുല ഇതിൽ വർക്കാവില്ല. കാരണം ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഇടവിട്ടാണ് വരുന്നത്, അതുപോലെ തന്നെ ഈവൺ നമ്പേഴ്സും ഇടവിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം.
1 to 100 എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ്സ് ഗ്രൂപ്പ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100 ഇൻറ്റു ഫ്രണ്ട്ലി പെയേഴ്സ്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിനെ പെയറുകളാക്കാം. എങ്ങനെയാണ്? എവരി പെയർ ഹാസ് 1 ഓഡ് നമ്പർ ആൻഡ് 1 ഈവൺ നമ്പർ. ഒരു പെയറിൽ ഒരു ഈവൺ നമ്പറും ഉണ്ടായിരിക്കും, ഒരു ഓഡ് നമ്പറും ഉണ്ടായിരിക്കും. ലൈക്ക് 1 and 2, 3 and 4, 5 and 6. നോക്കൂ, 1 and 2 എന്ന് പറയുമ്പോൾ 1 ഓഡ് നമ്പറും 2 ഈവൺ നമ്പറുമാണ്. അപ്പോൾ അത് ഒരു പെയറാണ്. 3 and 4, 3 ഓഡ് നമ്പർ, 4 ഈവൺ നമ്പർ. Up to 100 there are exactly 50 pairs. This means we have 50 odd numbers and 50 even numbers in total. അങ്ങനെ 100 വരെ നമ്മൾ പെയർ ചെയ്യുമ്പോൾ നമുക്ക് 50 പെയേഴ്സാണ് കിട്ടുക. അപ്പോൾ ഒരു പെയറിൽ ഈവൺ നമ്പറും ഉണ്ട്, ഓഡ് നമ്പറും ഉണ്ട്, ഇല്ലേ? അതിനർത്ഥം 50 ഓഡ് നമ്പറും 50 ഈവൺ നമ്പറുമാണ് 1 മുതൽ 100 വരെ ഉള്ളത്. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ആണ്, അല്ലേ? 1 to 100, 1നും 100നും ഇടയിൽ എത്ര ഓഡ് നമ്പർ ഉണ്ട്, എത്ര ഈവൺ നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1ഉം ഒഴിവാക്കണം, 100ഉം ഒഴിവാക്കണം. കാരണം അതിന് ഇടയിലുള്ള നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. വി റിമൂവ് 1 വിച്ച് ഈസ് 1 ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പർ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 1 ഒഴിവാക്കി എഴുതണം. വി റിമൂവ് 100 വിച്ച് ഈസ് 1 ഈവൺ നമ്പർ. ഈവൺ നമ്പർ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ 100ഉം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ മനസ്സിലായില്ലേ? ബിറ്റ്വീൻ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ 1ഉം 100ഉം ഒഴിവാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ആഡ് ചെയ്യും, അപ്പോഴാണ് നമുക്ക് 50 കിട്ടുക. അപ്പോൾ 1നും 100നും ബിറ്റ്വീൻ ഉള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 50 - 1 = 49. ആദ്യത്തെ ഓഡ് നമ്പറായ 1 നമ്മൾ ഒഴിവാക്കിയപ്പോൾ നമുക്ക് 49 ആൻസർ കിട്ടി. ഇനി ഈവൺ നമ്പേഴ്സാണ്. എത്രയാണ്? 1നും 100നും ബിറ്റ്വീൻ ഉള്ള ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നതും 49 ആണ്. ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയത് ഏതാണ്? 100 ആണ്. കാർഡ് ഗെയിംസ്. Me too for the number card game. Each player is given 4 cards. The winner is the one who makes the most 3-digit numbers without any repetition of digits. Look at the cards Money and Ant got. 9, 3, 2, 5. സംഖ്യാ കാർഡ് കളിയിൽ ഞാനുമുണ്ട്. മാൻ പറയുന്നതാണ്. ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളാണ് ജയിക്കുക. മണിയനുറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ. അപ്പോൾ ഓരോരുത്തർക്കും 4 കാർഡാണ് കൊടുക്കുന്നത്. ആവർത്തിക്കാതെ 3 അക്ക സംഖ്യ ഉണ്ടാക്കണം. അപ്പോൾ മണിയനുറുമ്പിന് കിട്ടിയത് 9, 3, 2, 5 എന്നീ നമ്പറുകൾ എഴുതിയിട്ടുള്ള കാർഡുകളാണ്. യൂസിങ് ദ കാർഡ്സ് 9, 3, 2 and 5 we can make 24 different numbers. ഈ കാർഡ്സ് ഉപയോഗിച്ച് നമുക്ക് 24 നമ്പേഴ്സ് ഉണ്ടാക്കാം. സ്റ്റാർട്ടിങ് വിത്ത് 2, 235, 239, 253, 259, 293, 295. Starting with 3, 325, 329, 352, 359, 392, 395. Starting with 5, 523, 529, 532, 539, 592, 593. Starting with 9, 923, 925, 932, 935, 952, 953. The largest number made 953. വലിയ സംഖ്യ എന്ന് പറയുന്നത് 953 ആണ്. അതുപോലെ തന്നെ ദ സ്മോളസ്റ്റ് നമ്പർ മെയ്ഡ് ഉണ്ടാക്കിയതിൽ ചെറിയ സംഖ്യ 235. എങ്ങനെയാണത് കണ്ടുപിടിച്ചത്? നമുക്ക് തന്നിരിക്കുന്ന 4 കാർഡ്സിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ആ കാർഡ്സിലെ ഏറ്റവും വലിയ ഡിജിറ്റ് എഴുതി. 9, പിന്നെ 5, പിന്നെ 3, അങ്ങനെ.
അതുപോലെ തന്നെ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്പർ ആദ്യം എഴുതി. ഏതാണ്? 2, പിന്നെ 3, പിന്നെ 5. 9 ലാസ്റ്റ് വരും, പക്ഷേ 3 ഡിജിറ്റേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് 235 എന്ന് വന്നത്. ഇനി സ്മോളസ്റ്റ് നമ്പറായ 235 കൊണ്ട് അബാക്കസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? 100 പ്ലേസിൽ 2 ബീഡ്സ്, 10s പ്ലേസിൽ 3 ബീഡ്സ്, 1s പ്ലേസിൽ 5 ബീഡ്സ്. What is the peculiarity of the sum of two consecutive numbers 1 plus 2, 2 plus 3, etc.? അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അവയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. അവ എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ. 1 plus 2, ആൻസർ കിട്ടിയത് 3 ആണ്. 3 ഒരു ഓഡ് നമ്പറാണ്. 2 plus 3 ആഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടിയത്. 5ഉം ഒരു ഓഡ് നമ്പറാണ്. നെക്സ്റ്റ് 5 plus 6 ഈക്വൽ ടു 11. 11ഉം ഓഡ് നമ്പറാണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും ആൻസർ കിട്ടുക. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്? രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. എപ്പോഴും അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ 1 plus 3, രണ്ട് ഓഡ് നമ്പറാണ്. കിട്ടുന്ന ആൻസർ 4 ആണ്. അതൊരു ഈവൻ നമ്പറാണ്. അതുപോലെ തന്നെ 3 plus 5, രണ്ടും ഓഡ് നമ്പറാണ്. ആൻസർ 8, ഈവൻ നമ്പറാണ്. വാട്ട് അബൌട്ട് ദ സം ഓഫ് 2 ഈവൻ നമ്പേഴ്സ്? ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അതും ഈവൻ നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ 2 plus 4, രണ്ട് ഈവൻ നമ്പേഴ്സാണ് അല്ലേ? കിട്ടുന്ന ആൻസർ 6 ആണ്. അതും ഈവൻ നമ്പറാണ്. നെക്സ്റ്റ് 4 plus 6, ഈവൻ നമ്പേഴ്സാണ്. ആൻസർ കിട്ടുന്ന 10ഉം ഈവൻ നമ്പറാണ്. ഹൗ മച്ച് ഡസ് 6, 60 ആൻഡ് 600 മേക്ക്? 6ഉം 60യും 600ഉം കൂട്ടിയാൽ എത്രയാണ്? 666. 8 hundreds added together is equal to how many tens added together? 8 hundreds ചേർന്ന സംഖ്യ എത്ര ടെൻസിന് തുല്യമായിരിക്കും? 80 tens, because 8 hundreds equal 800, which is 80 tens. 8 hundreds equal ആണ് 80 tensന്. The number formed by 7 hundreds, 6 tens and 5 ones was written as 675. 7 hundredsഉം 6 tensഉം 5 onesഉം ചേർത്ത് എഴുതിയപ്പോൾ അത് 675 എന്നായി. വാട്ട് ഈസ് ദ കറക്റ്റ് നമ്പർ? എന്നാൽ എന്താണ് കറക്റ്റ് നമ്പർ? ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് ടു 675 ടു ഗെറ്റ് ദ കറക്റ്റ് നമ്പർ? 675 ആണ് എഴുതിയത് അല്ലേ? എന്നാൽ കറക്റ്റ് നമ്പർ ആവാൻ ഇനി എത്ര ടെൻസ് കൂടി ആഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. 7 hundredsഉം 6 tensഉം 5 onesഉം എഴുതിയാലുള്ള കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത് 765 ആണ്. ഇനി ഹൗ മെനി ടെൻസ് ഷുഡ് ബി ആഡഡ് ടു 675 ടു ഗെറ്റ് ദ കറക്റ്റ് നമ്പർ? തെറ്റായി എഴുതിയ 675നോട് എത്ര ടെൻസ് കൂട്ടിയാലാണ് 765 കിട്ടുക? എത്രയാണ്? 765 മൈനസ് 675 ഈക്വൽ ടു 90. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ആണ് അല്ലേ? അപ്പോൾ 9 ടെൻസ് കൂട്ടിയാലാണ് 675ൽ നിന്ന് 765ലേക്ക് എത്തുക. If one bead in the place of 100 is shifted to the place of 10, how much would the number decrease? ഒരു അബാക്കസ് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ 100 പ്ലേസിൻ്റെ ഒരു ബീഡ് എടുത്ത് 10s പ്ലേസിലേക്ക് ഇട്ടാൽ എത്രയായിരിക്കും കിട്ടുന്ന നമ്പർ? അബാക്കസിലെ ഇപ്പോഴുള്ള നമ്പർ എഴുതണം. അതുപോലെ തന്നെ പുതിയതായി ബീഡ് മാറ്റിയതിന് ശേഷമുള്ള നമ്പറും എഴുതണം. അബാക്കസിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 100 പ്ലേസിൽ 4 ഉണ്ട്, 10s പ്ലേസിൽ 2 ഉണ്ട്, 1s പ്ലേസിൽ 3 ഉണ്ട്. അപ്പോൾ 423 ആണ് ഉള്ളത്. ഇനി 100 പ്ലേസിൽ നിന്നൊരു ബീഡ് എടുത്ത് 10s പ്ലേസിലേക്ക് ഇടുമ്പോൾ എത്രയായിരിക്കും?
100 പ്ലേസിൽ 3 ആവും, 10s പ്ലേസിൽ 3 ആവും, 1s പ്ലേസിലും 3 ആവും. അപ്പോൾ 333. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് കാണണം വേണ്ടേ? അപ്പോൾ 423 മൈനസ് 333. അപ്പോൾ ഡിക്രീസ് ആകുന്നത് 90 ആണ്. 9 10s ആണ് ഡിക്രീസ് ആകുന്നത്. അപ്പോൾ പ്രസൻറ്റ് നമ്പർ എന്ന് പറയുന്നത് 423യും ബീഡ്സ് മാറ്റിയതിന് ശേഷമുള്ളത് 333യുമാണ്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എ ബീഡ് ഫ്രം 100 പ്ലേസ് ഈസ് ഷിഫ്റ്റഡ് ടു 1s പ്ലേസ് ഹൗ മച്ച് വുഡ് ദ നമ്പർ ഡിക്രീസ്? ഈ 100 പ്ലേസിലിട്ട ബീഡ് 1s പ്ലേസിലേക്ക് മാറ്റിയിട്ടാൽ ഇനി എത്രയാണ് കുറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 423 ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഒരു ബീഡ് മാറ്റിയപ്പോൾ അത് 324 ആയി. അപ്പോൾ 99 ആണ് കുറയുന്നത്. Using only the number of beads now in the abacus, the largest 3-digit number that can be made, the smallest 3-digit number that can be made. തന്നിരിക്കുന്ന അബാക്കസിലുള്ള ബീഡ്സ് ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയുന്ന ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 9 ബീഡ്സ് ആണ്. അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 900. സ്മോളസ്റ്റ് നമ്പർ 108. കണ്ടില്ലേ? ഇതാണ് ആ അബാക്കസ്. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് 596, 597, 598, 599, 600. 1 ആഡ് ചെയ്തു പോകുന്നതാണ്. നെക്സ്റ്റ് 102, 112, 122, 132, 142 പ്ലസ് 10 വീതം കൂടുന്നു. 123, 234, 345, 456, 567. 111 വെച്ചിട്ടാണ് ആഡ് ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് 986, 886, 786, 686, 586 മൈനസ് 100 വെച്ച് കുറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. 900, 890, 880, 870, 860 മൈനസ് 10 വീതം കുറയുകയാണ് ചെയ്യുന്നത് ഈ പാറ്റേണിൽ. ഒരു ന്യൂ പാറ്റേൺ ഉണ്ട്. 250, 350, 450, 550, 650. കൗണ്ട് അപ്പ് ബൈ 100 കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. 789 വിവിധ രീതിയിൽ എഴുതണം. ആദ്യത്തേത് നോക്കൂ. 789 വൺസ്, 789 ഒന്നുകൾ. നെക്സ്റ്റ് 78 ടെൻസ്, 9 വൺസ്. നെക്സ്റ്റ് 7 ഹൺഡ്രഡ്സ്, 8 ടെൻസ്, 9 വൺസ്. ലാസ്റ്റ് 7 ഹൺഡ്രഡ്സ്, 89 വൺസ്. Okay dears, study well. See you in next class. Thank you.